ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമുക്ക് വണ്ണമുള്ള ഒരു ടോപ്പ് നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മൾ അതിന്റെ വണ്ണവും ഇറക്കവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു നല്ല വണ്ണമുള്ള ടോപ്പാണ് നമ്മുടെ തന്നിരിക്കുന്നത്. ഇതിന്റെ വണ്ണവും കുറച്ച് കൊടുക്കണം, ഇറക്കവും കുറച്ച് കൊടുക്കണം. അപ്പോൾ അതേ അളവിലുള്ള ഒരെണ്ണം തേടി ഞാനിത് അഴിച്ചിട്ടിട്ടുണ്ട്. ഈ അളവ് തന്നെയാണ് ഈ താഴെ കിടക്കുന്നതിനും. ഇത് മൊത്തം അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് മൊത്തം അഴിച്ച് ഇതിന്റെ കഴുത്തും എല്ലാം വേറെ മാറ്റിയിടണേ. വേണ്ട, ഈ കഴുത്തും എല്ലാം വേറെ മാറ്റിയിട്ടുണ്ട്. കൈകളും അഴിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കഴുത്തിന് എത്ര ഇറക്കമുണ്ടോ അവിടം വെച്ച് ഇതങ്ങും കളയുക. കൈക്കുഴിയുടെ അവിടം കളയണ്ട കേട്ടോ. കഴുത്തിന് എത്ര ഇറക്കമുണ്ടോ അവിടം വെച്ച് നമ്മളിത് കട്ട് ചെയ്ത് കളയുവാണേ. ഇതിപ്പം നമുക്ക് ശരിക്കും തുണിയായിട്ട് കിടക്കുവാണ്. ഈ കൈക്കുഴി മാത്രമേ ഉള്ളൂ. ഇത് നമ്മളിങ്ങനെ വെട്ടി കൈക്കുഴി താഴോട്ട് ഇറക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഏത് അളവ് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആ അളവനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിന്റെ അളവാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് 38 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് ഇത് 38 ഇഞ്ച് വണ്ണത്തിന്റെ അളവിനുള്ളതാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂടെ കൂട്ടി 48 ആക്കി. 48ന്റെ 4:1 ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്നത്. 48ന്റെ 4:1 12 അടയാളപ്പെടുത്തി. ഇവിടെ ഞാൻ 12 അടയാളപ്പെടുത്തി. ഇവിടെ പിന്നെ കഴുത്ത്, മുകളിലത്തെ കഴുത്ത് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, പുറം കഴുത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് 4 ഇഞ്ചാണ്. അതിന്റെ മുൻവശത്തെ കഴുത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് 6 ഇഞ്ചും. പിന്നെ ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി 4 ഇഞ്ച്. പിന്നെ കൈക്കുഴിയുടെ ഇറക്കം 6 ഇഞ്ച് അടയാളപ്പെടുത്തി. വണ്ണം ഞാൻ പറഞ്ഞല്ലോ 12 അവിടുന്ന് 14 ഇഞ്ച് കാഴ്ചയില് ഇവിടോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ 12 അടയാളപ്പെടുത്തിയെങ്കിൽ ഇവിടെ 11 അടയാളപ്പെടുത്തുള്ളൂ, 1 ഇഞ്ച് കുറച്ച്. പിന്നെ അവിടെ നമ്മളിവിടെ വരുമ്പോൾ ഈ അരക്കടി സ്ലിറ്റിന്റെ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുകളിലത്തെ വണ്ണമല്ല, ഈ സ്ലിറ്റിന്റെ അവിടെ, ചിലർക്ക് അത് കറക്റ്റ് വണ്ണമായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് അതിലും കുറവായിരിക്കും. ഈ വണ്ണം എന്ന് പറയുന്നത് ഈ ഇവിടെ 38 ആണെങ്കിൽ ഇവിടെ 42 ഉണ്ട്, അരവണ്ണം കൂടുതലാണ്. അപ്പം ആ അരവണ്ണത്തിന്റെ അവിടുന്ന് ഈ അരവണ്ണത്തേലും ഞാൻ 10 ഇഞ്ച് കൂട്ടി 42ന്റെ കൂടെ 10 ഇഞ്ച് കൂടെ കൂട്ടി 52 ആക്കി. 52ന്റെ 4:1 ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ വണ്ണം കുറവുള്ള ആളാണ് ഇവിടെ, പക്ഷേ ഈ അരക്കെട്ടിന് നല്ല വണ്ണം ഉള്ളവരാണ്, ഇച്ചിരി കോട വയറും ഒക്കെ ഉള്ളവരാണ്. അതിനാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ സ്ലിറ്റിന്റെ അവിടെ. ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്ന പുറം കഴുത്താണ്. പുറം കഴുത്ത് മാറ്റിയിട്ട് ഈ ഏറ്റവും മുകളിലിരിക്കുന്ന പീസ് മുൻകഴുത്തത്തെ പീസാണ്. അപ്പൊ അത് നമ്മൾ ആ മുൻകഴുത്ത് മാത്രം, മുൻവശത്തെ പീസ് മാത്രം എടുത്ത് ആ കഴുത്ത് മാത്രം വെട്ടിയെടുക്കണം. പുറയിലത്തെ തുണിയിലെ വെട്ടുകൊള്ളരുത്. മറ്റേ ഇത് പുറം കഴുത്ത്, ഇത് മുൻവശത്തെ കഴുത്ത്. ഇനി നമ്മൾ ഈ ഷോൾഡർ വെട്ടിയെടുക്കാൻ പോവാണ്. ഷോൾഡർ നമ്മൾ വരച്ചിട്ടിരിക്കുന്ന 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്ത് ഇനി നമ്മൾ കൈക്കുഴിയാണ് വെട്ടിയെടുക്കാൻ പോകുന്നത്. കൈക്കുഴി 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം പുറം കഴുത്ത്, മുൻകഴുത്ത്, കൈക്കുഴി. ഇനി നമ്മൾ സൈഡ് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഈ സ്ലിറ്റിന്റെ അവിടം ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം ഈ സ്ലിറ്റിന്റെ അവിടം ഈ തയ്യൽ കളഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഒരുപാട് അവിടുത്തെ വീതി കുറഞ്ഞു പോകും. അതാണ് അരക്കെട്ടിനൊക്കെ വണ്ണമുള്ളവർക്ക് ഇച്ചിരി വീതി വേണം. അതുകൊണ്ട് ഞാൻ സ്ലിറ്റിന്റെ അവിടം കളഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ സ്ലിറ്റിന്റെ അവിടം വെട്ടിയെടുക്കാം. ഇവിടെ ഈ 14 ഇഞ്ച് ഇറക്കത്തിന്റെ അവിടെ ചെറിയൊരു പോയിന്റ് കൊടുത്തേക്കണേ. അവിടെ നമ്മുടെ ഇടയെ ഒതുക്കാനുള്ള ഇടമാണ്. ഇത്രയും വെട്ടിയെടുത്തേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ ഫ്രണ്ട് പീസ് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട്, അത് തയ്ക്കുമ്പോഴാണ്, നല്ലോണം തയ്യൽ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്താലും മതി. ഈ ഫ്രണ്ട് പീസ് ശാല ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഒരു ശാകല 1/2 ഇഞ്ച് ബാക്ക് പീസാല്, പുറകിലത്തെ പീസാല് ഒരു 1/2 ഇഞ്ച് നമ്മൾ കളയണേ. എന്താണെന്നറിയാം, പുറം ഭാഗം ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ നമ്മൾ കൈകളാണ്. കൈക്ക് എത്ര ഇറക്കം വേണോ ആ കൈ നമ്മളിവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവാന്ന് തോന്നുന്നു. കൈ ഇറക്കം വലിപ്പം നമ്മൾ കട്ട് ചെയ്ത് ആ ടോപ്പിന്റെ അതേ തന്നെ വലിപ്പമുണ്ട് ഈ കൈക്കുഴിയുടെ അവിടെ. അത് നമ്മൾ കണ്ടിച്ച് കളയണം. എത്രയാന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്ത് കളയണേ. അതിനെന്താ ചെയ്യണമെന്നറിയാം. ഇവിടുത്തെ കൈക്കുഴിയുടെ അളവ് നമ്മൾ നോക്കിയാൽ മതി. ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും ഇത്രയും കൂടുതലാണ്. അത്രയും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പം ഇങ്ങനെയാണ് വലിയൊരു ടോപ്പ് നമ്മുടെ കൈ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നതാണ് ഞാൻ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ ഇറക്കം കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇത്രയും വെട്ടിക്കളയുമ്പോൾ ഇതിൻ്റെ ഇറക്കം കുറയുവാണേ. അപ്പോൾ തന്നെ ഞാൻ കഴുത്ത് തയ്ച്ച് കഴുത്തിനൊരു ഫാഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബായ്ക്ക് തയ്ച്ചുകൊണ്ട് വരാം. അപ്പോൾ തന്നെ ഞാനിത് തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് സാധാരണ ഒരു തുണി വെട്ടി തയ്ക്കുന്നത് പോലാണ് തയ്ച്ചെടുത്തത്. കാരണം നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ ഈ കഴുത്തിൻ്റെ അവിടെ തൊട്ട് അങ്ങ് കളഞ്ഞായിരുന്നു. അവിടെ തൊട്ട് കളയുമ്പോഴേ നമുക്ക് ഓൾറെഡി നമുക്ക് ഇറക്കം കുറയും. മറ്റേ ഇവിടെ വരെ ഇറക്കം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത്രയും കഴുത്തിൻ്റെ അത്രയും കളഞ്ഞപ്പം ഇറക്കം കുറഞ്ഞു. പിന്നെ അല്ലാതെ നമ്മൾ ഈ താഴെ നിന്ന് വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ തന്ന കറക്റ്റ് അളവിന് ഏതളവാണോ വേണ്ടേ ആ അളവിന് നമ്മൾ വെട്ടിയെടുത്ത് തയ്ക്കുകയാണ്. പിന്നെ ഈ സ്ലിറ്റിൻ്റെ അവിടെ ഞാൻ കളഞ്ഞില്ല. ഇച്ചിരി വീതി കിടന്നോട്ടെന്ന് വിചാരിച്ചു. വണ്ണമുള്ളവർക്കും അരവണ്ണമുള്ളവർക്കൊക്കെ ഇച്ചിരി സ്ലിറ്റ് വീതി കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.